1990 മാർച്ച് 18 അമേരിക്കയിലെ ബോസ്റ്റൺ നഗരം ഒരു വലിയ ആഘോഷത്തിന്റെ ആലസ്യത്തിൽ നിന്നും പതിയെ ഉണരുകയായിരുന്നു. സെന്റ് പാട്രിക് ദിനത്തിന്റെ ആഘോഷങ്ങൾ അപ്പോഴും തെരുവുകളിൽ അവസാനിച്ചിരുന്നില്ല. പാർട്ടികൾ കഴിഞ്ഞു മടങ്ങുന്നവരുടെ ആരവങ്ങളും പച്ചനിറത്തിലുള്ള അലങ്കാരങ്ങളും നഗരത്തിനൊരു പ്രത്യേക ഭാവം നൽകിയിരുന്നു. എന്നാൽ ഈ ആഘോഷങ്ങളിൽ നിന്നൊക്കെ അകന്ന് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഫെൻവേ കോർട്ട് എന്നറിയപ്പെടുന്ന ഒരു തെരുവിൽ ഒരു കെട്ടിടം മാത്രം നിശബ്ദമായി നിലകൊണ്ടിരുന്നു. ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ മ്യൂസിയം. അതൊരു സാധാരണ മ്യൂസിയമായിരുന്നില്ല. 1903 ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ എന്ന കലാസ്നേഹിയായ ധനിക വനിത പണികഴിപ്പിച്ച ആ മ്യൂസിയം അവരുടെ സ്വകാര്യ ശേഖരത്തിലുള്ള ലോകോത്തര കലാസൃഷ്ടികളുടെ ഒരു ഖജനാവായിരുന്നു. വെനീഷ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച ആ കെട്ടിടത്തിനകത്ത് ഓരോ മുറിയും ഓരോ ചിത്രവും ഇസബെല്ലയുടെ കലാഹൃദയത്തിന്റെ പ്രതിഫലനമായിരുന്നു. അവരുടെ മരണപത്രത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു: മ്യൂസിയത്തിലെ ഒരു വസ്തുവും അതിന്റെ സ്ഥാനത്ത് നിന്നു മാറ്റാനോ പുതിയതൊന്ന് കൂട്ടിച്ചേർക്കാനോ വിൽക്കാനോ പാടില്ല. ഓരോ ചിത്രവും ഓരോ ശില്പവും ഓരോ ഫർണിച്ചറും അവർ വെച്ചയിടത്ത് തന്നെ എന്നേക്കുമായി നിലനിൽക്കണം. ആ നിബന്ധന തെറ്റിച്ചാൽ മുഴുവൻ ശേഖരവും ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി ലേലം ചെയ്യണമെന്നും അവരെഴുതിവെച്ചു. അങ്ങനെ കാലത്തിനതീളമായി ഒരു മാറ്റവുമില്ലാതെ ആ മ്യൂസിയം തലയുയർത്തി നിന്നു. അന്നു രാത്രി ആ വലിയ കൊട്ടാരത്തിന് കാവലുണ്ടായിരുന്നത് വെറും രണ്ടുപേരായിരുന്നു: റിക് അബാത്തും റാൻഡി ഹെസ്റ്റാൻഡും. 23 വയസ്സുള്ള റിക് അബാത്തായിരുന്നു നൈറ്റ് വാച്ച് സൂപ്പർവൈസർ. ഒരു റോക്ക് ബാൻഡിൽ ഡ്രമ്മറാകാൻ മോഹിച്ച് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഈ ജോലിക്ക് കയറിയ ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് കൂട്ടിന് 25കാരനായ മറ്റൊരു ഗാർഡും. മ്യൂസിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ അക്കാലത്ത് അത്ര മികച്ചതായിരുന്നില്ല. പ്രധാന വാതിലിൽ ഒരു അലാറം, പിന്നെ മ്യൂസിയത്തിനകത്ത് ചിലയിടങ്ങളിൽ മോഷൻ ഡിറ്റക്ടറുകൾ, അത്രമാത്രം. ഗാർഡുകളുടെ പ്രധാന ജോലി CCTV മോണിറ്ററുകൾ നിരീക്ഷിക്കുക, ഇടയ്ക്കിടെ മ്യൂസിയത്തിനകത്ത് റോന്തു ചുറ്റുക എന്നിവയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. സമയം ഏകദേശം 1:20 AM. മ്യൂസിയത്തിന്റെ സൈഡ് എൻട്രൻസിലുള്ള ഇന്റർകോമിൽ ഒരു ശബ്ദം മുഴങ്ങി. റിക് അബാത്താണ് അത് ശ്രദ്ധിച്ചത്. പുറത്ത് രണ്ടുപേർ നിൽക്കുന്നു. അവരുടെ വേഷം കണ്ടപ്പോൾ റിക്കിന് സംശയമൊന്നും തോന്നിയില്ല. അവർ ബോസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ യൂണിഫോമിലായിരുന്നു. പോലീസാണ്, വാതിൽ തുറക്കണം. പുറത്തുനിന്നുള്ള ശബ്ദം ഗൗരവമേറിയതായിരുന്നു. മ്യൂസിയത്തിന്റെ നിയമപ്രകാരം എന്ത് സംഭവിച്ചാലും ആരാണെങ്കിലും അനുമതിയില്ലാതെ ഗാർഡുകൾക്ക് വാതിൽ തുറക്കാൻ പാടില്ല. അത് പോലീസാണെങ്കിൽ പോലും. ആദ്യം മ്യൂസിയം ഡയറക്ടറെയോ ഉയർന്ന ഉദ്യോഗസ്ഥരെയോ വിളിച്ച് അനുവാദം വാങ്ങണം. എന്നാൽ പുറത്തു നിൽക്കുന്നത് പോലീസുകാരാണെന്ന് കണ്ടപ്പോൾ റിക്കിന്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്ത വന്നില്ല. എന്താണ് കാര്യം? റിക് ഇന്റർകോമിലൂടെ ചോദിച്ചു. ഈ പ്രദേശത്തൊരു പ്രശ്നമുണ്ടായതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മ്യൂസിയത്തിനകത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങൾക്ക് അകത്ത് കയറിയൊന്ന് പരിശോധിക്കണം. അതായിരുന്നു മറുപടി. പുറത്ത് ആഘോഷങ്ങൾ കഴിഞ്ഞു മടങ്ങുന്നവരുടെ ബഹളം അപ്പോഴും കേൾക്കാമായിരുന്നു. ഒരുപക്ഷേ അവരിൽ ആരെങ്കിലും മ്യൂസിയത്തിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. റിക് അബാത്തും സഹപ്രവർത്തകനും പരസ്പരം നോക്കി. പോലീസിനെ അകത്തേക്ക് വിടുന്നത് നിയമലംഘനമാണ്. പക്ഷേ വിട്ടില്ലെങ്കിൽ ഒരുപക്ഷേ തങ്ങളുടെ ജോലിക്ക് അതൊരു പ്രശ്നമായേക്കും. മാത്രമല്ല, ഒരുപക്ഷേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? കുറച്ചുനേരത്തെ ചിന്തയ്ക്കു ശേഷം റിക്ക് ആ തെറ്റായ തീരുമാനമെടുത്തു. അയാൾ സൈഡ് എൻട്രൻസിന്റെ വാതിൽ തുറന്നു. പോലീസ് യൂണിഫോം ധരിച്ച രണ്ടുപേർ അകത്തേക്ക് കടന്നുവന്നു. ഒരാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു, മറ്റേയാൾക്ക് അത്രയ്ക്കല്ല. അവരുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. അകത്തു കയറിയ ഉടൻ ഉയരം കൂടിയ ആ ആൾ റിക്കിനോട് പറഞ്ഞു: നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നു. നിങ്ങൾക്കെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടോ? നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യൂ, ആ ഡെസ്കിൽ നിന്നു മാറി ഭിത്തിയോട് ചേർന്ന് നിൽക്കൂ. ഈ വാക്കുകൾ കേട്ടപ്പോൾ റിക് അബാത്ത് ശരിക്കും ഞെട്ടി. തനിക്കെതിരെ അറസ്റ്റ് വാറണ്ടോ? അബദ്ധത്തിൽ വാതിൽ തുറന്നുകൊടുത്തതിന് താൻ കുഴപ്പത്തിൽ ചാടിയോ? അയാൾ നിസ്സഹായനായി അവർ പറഞ്ഞതുപോലെ ഭിത്തിയോട് ചേർന്ന് നിന്നു. എന്നാൽ കാര്യങ്ങൾ അതിലും ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് നീങ്ങുകയാണെന്ന് അയാൾ അപ്പോഴും തിരിച്ചറിഞ്ഞില്ല. നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് കാണിക്കൂ, പോലീസുകാരൻ ആവശ്യപ്പെട്ടു. റിക്ക് തന്റെ കാർഡ് നൽകി. അവർ അത് വാങ്ങി നോക്കി. പെട്ടെന്നാണ് അടുത്ത നീക്കം. വളരെ അപ്രതീക്ഷിതമായി ആ പോലീസുകാരൻ റിക്കിന്റെ കൈകളിൽ വിലങ്ങുവെച്ചു. സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? റിക്ക് പരിഭ്രാന്തിയോടെ ചോദിച്ചു. നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു കവർച്ചയാണ്. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ തന്റെ മുഖത്തുണ്ടായിരുന്ന കൃത്രിമ മീശ വലിച്ചെടുത്തു. ആ നിമിഷം റിക് അബാത്തിന് കാര്യങ്ങൾ വ്യക്തമായി. വന്നവർ പോലീസല്ല, മറിച്ച് പോലീസിന്റെ വേഷം കിട്ടിയ കള്ളന്മാരാണ്. താനും തന്റെ സഹപ്രവർത്തകനും ഒരു വലിയ കെണിയിലടപ്പെട്ടിരിക്കുന്നു. അവർ 2 ഗാർഡുകളെയും നിഷ്പ്രയാസം കീഴടക്കി. അവരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു, കണ്ണുകൾ കെട്ടി, കൈകളും കാലുകളും ബന്ധനസ്ഥരാക്കി. എന്നിട്ടവരെ മ്യൂസിയത്തിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി.
അവിടെയുണ്ടായിരുന്ന 2 പൈപ്പുകളിലായി അവരെ കെട്ടിയിട്ടു. പരസ്പരം ഏകദേശം 40 അടി ദൂരത്തിൽ. അവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. മ്യൂസിയത്തിന്റെ തണുത്ത നിലത്ത് ഇരുട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ 2 ചെറുപ്പക്കാർ നിസ്സഹായരായി കിടന്നു. മുകളിലെ മ്യൂസിയം ഇപ്പോൾ പൂർണ്ണമായും ആ കള്ളന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അമൂല്യമായ കലാസൃഷ്ടികൾ നിറഞ്ഞ ആ കൊട്ടാരത്തിൽ അവരെ തടയാൻ ആരുമുണ്ടായിരുന്നില്ല. അലാറം മുഴങ്ങിയില്ല, പുറം ലോകം ഒന്നും അറിഞ്ഞില്ല. ഏകദേശം 1.5 മണിക്കൂർ സമയമെടുത്തു അവർക്ക് മ്യൂസിയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ. ഇനി അവർക്ക് വേണ്ടത് എടുത്തു മടങ്ങാം. ആരുമറിയാതെ, ആരും കാണാതെ ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടികൾ അവരുടെ മുന്നിൽ ഒരു തടസ്സവുമില്ലാതെ കാത്തിരിക്കുകയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാകൊള്ളയ്ക്ക് അരങ്ങൊരുങ്ങുകയായിരുന്നു. ബേസ്മെന്റിലെ ഇരുട്ടിൽ റിക് അബാത്തും സഹപ്രവർത്തകനും ഭയത്തോടെ സമയമെണ്ണിക്കഴിയുമ്പോൾ മുകളിൽ ആ 2 കള്ളന്മാർ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചിരുന്നു. അവർ വെറും മോഷ്ടാക്കളായിരുന്നില്ല. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെ ചിത്രങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നെന്ന് അവരുടെ ഓരോ നീക്കവും തെളിയിച്ചു. അവർ ആദ്യം പോയത് മ്യൂസിയത്തിലെ ഡച്ച് റൂം എന്നറിയപ്പെടുന്ന മുറിയിലേക്കാണ്. യൂറോപ്യൻ കലയുടെ, പ്രത്യേകിച്ച് ഡച്ച് സുവർണ കാലഘട്ടത്തിലെ അമൂല്യമായ ശേഖരങ്ങൾ നിറഞ്ഞ ഒരിടം. ആ മുറിയുടെ ചുവരിൽ ലോകം കണ്ട എക്കാലത്തെയും മഹാനായ ചിത്രകാരന്മാരിലൊരാളായ റെംബ്രാൻഡിന്റെ 3 ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം അവർ ലക്ഷ്യം വെച്ചു. ആദ്യത്തേത് ദ സ്റ്റോം ഓൺ ദ സീ ഓഫ് ഗലീലി, അഥവാ ഗലീലി കടലിലെ കൊടുങ്കാട്ട്. റെംബ്രാൻഡ് വരച്ച ഒരേയൊരു കടൽ പെയ്സാജ് ചിത്രമായിരുന്നു അത്. ബൈബിളിലെ ഒരു കഥയെ ആസ്പദമാക്കി വരച്ച ആ ചിത്രം കലങ്ങിമറിയുന്ന കടലിൽ ഒരു ബോട്ടിൽ പെട്ടുപോയ യേശുവിനെയും ശിഷ്യന്മാരെയും ചിത്രീകരിക്കുന്നു. തിരമാലകളുടെ ശക്തിയും ബോട്ടിലെ ആളുകളുടെ ഭയവും അതിനിടയിലെ യേശുവിന്റെ ശാന്തതയും റെംബ്രാൻഡ് അത്ഭുതകരമായി ക്യാൻവാസിൽ പകർത്തിയിരുന്നു. കള്ളന്മാർ ആ ചിത്രം ഭിത്തിയിൽ നിന്ന് എടുത്തു. പക്ഷെ അവർ അത് ഫ്രെയിമിൽ നിന്ന് ശ്രദ്ധാപൂർവം അഴിച്ചുമാറ്റുകയായിരുന്നില്ല ചെയ്തത്. പകരം ഒരു കത്തിയെടുത്ത് അവർ ആ ക്യാൻവാസ് ഫ്രെയിമിൽ നിന്ന് ക്രൂരമായി കീറിയെടുത്തു. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കോടിക്കണക്കിന് ഡോളർ വിലമടിക്കുന്ന ആ കലാസൃഷ്ടിയെ ഒരു കടലാസ് കഷ്ണം പോലെ അവർ വെട്ടിമുറിച്ചു. എന്നിട്ട് ആ ക്യാൻവാസ് ഒരു റോള് പോലെ ചുരുട്ടിയെടുത്തു. അതിനുശേഷം അവർ കൈവച്ചത് റെംബ്രാൻഡിന്റെ തന്നെ മറ്റൊരു ചിത്രത്തിലാണ്, എ ലേഡി ആൻഡ് ജെന്റിൽമാൻ ഇൻ ബ്ലാക്ക്. ഒരു പുരുഷനും സ്ത്രീയും കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ലളിതമായൊരു ചിത്രമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. എന്നാൽ റെംബ്രാൻഡിന്റെ ബ്രഷ് സ്ട്രോക്കുകൾ ആ ചിത്രത്തിന് നൽകിയ ജീവൻ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ആ ചിത്രവും അവർ അതേ രീതിയിൽ ഫ്രെയിമിൽ നിന്ന് വെട്ടിമുറിച്ചെടുത്തു. ഡച്ച് റൂമിൽ അവരുടെ അടുത്ത ലക്ഷ്യം മറ്റൊരു വിഖ്യാത ചിത്രകാരനായിരുന്നു, യോഹാനസ് വെർമീർ. വെർമീറിന്റേതായി ഇന്ന് ലോകത്ത് ആകെ 34ഓളം ചിത്രങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിലൊരെണ്ണമായിരുന്നു ആ മുറിയിലുണ്ടായിരുന്നത്, ദി കോൺസേർട്ട്. ഒരു പുരുഷനും 2 സ്ത്രീകളും സംഗീതത്തിൽ മുഴുകിയിരിക്കുന്ന ആ ചിത്രം വെളിച്ചവും നിഴലും ഉപയോഗിക്കുന്നതിൽ വെർമീറിനുണ്ടായിരുന്ന അസാമാന്യമായ കഴിവിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും തിരികെ കിട്ടാത്തതുമായ കലാസൃഷ്ടികളിലൊന്നായി ഇന്ന് കണക്കാക്കപ്പെടുന്ന ആ ചിത്രവും അവർ ഭിത്തിയിൽ നിന്ന് ഇളക്കിയെടുത്തു. അവിടെ നിന്നും അവർ ഫ്രഞ്ച് ചിത്രകാരമായ ഗോവേർട്ട് ഫ്ലിങ്കിന്റെ ലാൻഡ്സ്കേപ്പ് വിത്ത് ആൻ ഒബെലിസ്ക് എന്ന ചിത്രവും റെംബ്രാൻഡിന്റെ ഒരു ചെറിയ ഓട്ടോ പോർട്രേറ്റ് അഥവാ സെൽഫ് പോർട്രേറ്റും കൈക്കലാക്കി. ഈ ചെറിയ ഓട്ടോ പോർട്രേറ്റ് ഒരു തപാൽ സ്റ്റാമ്പിന്റെ വലിപ്പം മാത്രമുള്ളതായിരുന്നു. റെംബ്രാൻഡ് വളരെ ചെറുപ്പത്തിൽ വരച്ച ആ ചിത്രം മ്യൂസിയത്തിലെ ഏറ്റവും ചെറിയ കലാസൃഷ്ടികളിലൊന്നായിരുന്നു. അവർ അതും ശ്രദ്ധാപൂർവം എടുത്തുമാറ്റി. എന്നാൽ ഡച്ച് റൂമിലെ അവരുടെ പ്രവൃത്തികൾ ചില ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. അവർ റെംബ്രാൻഡിന്റെ 3ാമത്തെ ചിത്രമായ ഒരു ഓട്ടോ പോർട്രേറ്റ് തൊട്ടില്ല. അത് ഭിത്തിയിൽ നിന്ന് എടുത്തുമാറ്റാൻ അവർ ശ്രമിച്ചെങ്കിലും എന്തുകൊണ്ടത് ഉപേക്ഷിച്ചു? മോഷൻ ഡിറ്റക്ടറിന്റെ ഡാറ്റ പിന്നീട് പരിശോധിച്ചപ്പോൾ അവർ ആ ചിത്രത്തിനടുത്തേക്ക് പോയതായി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടവരത് എടുത്തില്ല എന്നതിന്നും ദുരൂഹമാണ്. അതിലും വിചിത്രമായ മറ്റൊരു കാര്യം നടന്നു. റെംബ്രാൻഡിന്റെ ദ സ്റ്റോം ഓൺ ദ സീ ഓഫ് ഗലീലി എന്ന ചിത്രത്തിനരികിലായി നെപ്പോളിയന്റെ സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു പതാകയുടെ മുകളിലുണ്ടായിരുന്ന ഒരു പരുന്തിന്റെ രൂപത്തിലുള്ള അലങ്കാരം അവർ മോഷ്ടിച്ചു. ഏകദേശം $10,000 മാത്രം വിലമതിക്കുന്ന, കലാപരമായി അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ആ വസ്തു എന്തിനവരെടുത്തു? കോടിക്കണക്കിന് വിലമതിക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ ഈ ചെറിയ അലങ്കാരത്തിന് എന്തു പ്രാധാന്യമാണുള്ളത്?
ഡച്ച് റൂമിലെ കൊള്ളയ്ക്ക് ശേഷം അവർ മ്യൂസിയത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഷോട്ട് ഗാലറിയിലേക്ക് നീങ്ങി. അവിടെയും അവരുടെ തിരഞ്ഞെടുപ്പുകൾ വിചിത്രമായിരുന്നു. ഫ്രഞ്ച് ചിത്രകാരനായ എഡ്ഗർ ഡെഗയുടെ 5 ഡ്രോയിങ്ങുകൾ അവർ മോഷ്ടിച്ചു. കുതിരപ്പന്നയവും ജോക്കികളും വിഷയമായ ആ ചിത്രങ്ങൾ ഡെഗയുടെ തനതു ശൈലിയിലുള്ളതായിരുന്നു. എന്നാൽ അതേ മുറിയിൽ അതിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ള ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ റാഫേലിന്റെ ഒരു ചിത്രം തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവരത് കണ്ടില്ലെന്ന് നട്ടിച്ചു. ലോകപ്രശസ്തനായ ടിഷ്യന്റെ ദ റേപ്പ് ഓഫ് യൂറോപ്പ എന്ന മ്യൂസിയത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചിത്രങ്ങളിലൊന്ന് അടുത്ത മുറിയിലുണ്ടായിരുന്നു. അവരത് ഗൗനിച്ചതേയില്ല. അവരുടെ അവസാനത്തെ മോഷ്ടം നടന്നത് ബ്ലൂ റൂമിലായിരുന്നു. അവിടെയുണ്ടായിരുന്ന പ്രശസ്ത ഫ്രഞ്ച് ചിത്രകാരനായ എഡ്വേർഡ് മാനറ്റിനിടെ ചെസ് ടോർട്ടോണി എന്ന ചിത്രം അവരെടുത്തു. പാരീസിലെ ഒരു കഫേയിലിരുന്ന് എന്തോ ചിന്തിക്കുന്ന ഒരു മാന്യനെ ചിത്രീകരിച്ചിരിക്കുന്ന ആ ചിത്രം മാനറ്റിന്റെ കരിയറിലെ ഒരു പ്രധാന സൃഷ്ടിയായിരുന്നു. കൂടാതെ ചൈനീസ് പുരാവസ്തുവായ ഗു എന്നറിയപ്പെടുന്ന ഒരു വെങ്കല പാത്രവും അവർ കൈക്കലാക്കി. ഷാങ് രാജവംശത്തിന്റെ കാലത്ത്, അതായത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ആ പാത്രം മ്യൂസിയത്തിലെ പുരാതന ശേഖരങ്ങളിൽ ഒന്നായിരുന്നു. മൊത്തം 13 കലാസൃഷ്ടികൾ. റംബ്രാൻഡ്, വെർമിയർ, ഡെഗാ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ സൃഷ്ടികൾ. അവയുടെ ഇന്നത്തെ മതിപ്പുവില കണക്കാക്കാൻ അസാധ്യമാണ്. ഏകദേശം $500 മില്യൺ, അതായത് 5000 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് ഒരേകദേശ കണക്ക്. എന്നാൽ അവയുടെ കലാമൂല്യം അതിലെത്രയോ വലുതാണ്. അവർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി. ഏകദേശം 81 മിനിറ്റാണ് അവർ ആ മ്യൂസിയത്തിനകത്ത് ചെലവഴിച്ചത്. അതിനിടയിൽ അവർ മോഷൻ ഡിറ്റക്ടർ അലാം 2 തവണ ട്രിഗർ ചെയ്തു. എന്നാൽ ആ അലാം മ്യൂസിയത്തിനകത്തു മാത്രമേ മുഴങ്ങുകയുള്ളൂ. അത് പോലീസിലേക്കോ സുരക്ഷാ ഏജൻസിയിലേക്കോ നേരിട്ട് സിഗ്നൽ നൽകുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് പുറം ലോകം ഒന്നും അറിഞ്ഞില്ല. പുറത്തുപോകുന്നതിനു മുൻപ് അവർ സെക്യൂരിറ്റി ഓഫീസിലേക്ക് തിരിച്ചുപോയി. അവിടെയുണ്ടായിരുന്ന CCTV ടേപ്പുകൾ, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിലെ മുഴുവൻ ദൃശ്യങ്ങളും അവർ എടുത്തുമാറ്റി. തങ്ങളുടെ ഒരു തുമ്പുപോലും അവശേഷിക്കരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. മോഷൻ ഡിറ്റക്ടറിന്റെ പ്രിന്റൌട്ടും അവർ കൈക്കലാക്കി. എന്നിട്ട് തങ്ങൾ വന്ന വഴിയിലൂടെ, സൈഡ് എൻട്രൻസിലൂടെ ആ കള്ളന്മാർ പുറത്തേക്ക് കടന്നു. അവർ വന്ന കാറിൽ ആ അമൂല്യ കലാസൃഷ്ടികൾ കയറ്റി ബോസ്റ്റൺ നഗരത്തിന്റെ രാത്രിയിലേക്ക് അവർ അപ്രത്യക്ഷമായി. പുലർച്ചെ അടുത്ത ഷിഫ്റ്റിലെ ഗാർഡുകൾ എത്തിയപ്പോഴാണ് ലോകം ആ ഞെട്ടിക്കുന്ന സത്യമറിയുന്നത്. മ്യൂസിയത്തിന്റെ വാതിൽ തുറന്നു കിട്ടാതെ വന്നപ്പോൾ അവർ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോൾ കണ്ടത് ശൂന്യമായ ഫ്രെയിമുകളാണ്. ഡച്ച് റൂമിലെ ചുവരുകളിൽ റെംബ്രാൻഡിന്റെയും വെർമിയറിന്റെയും ചിത്രങ്ങൾ തൂങ്ങിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ക്രൂരമായി വെട്ടിമുറിക്കപ്പെട്ട ക്യാൻവാസിന്റെ ബാക്കി പത്രങ്ങൾ മാത്രം. ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാകൊള്ള നടന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ അവർക്കധികം സമയം വേണ്ടിവന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നിധിവേട്ടകാരിയായ ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനറുടെ ആത്മാവ് കുടികൊള്ളുന്ന ആ കൊട്ടാരത്തിൽ നിന്ന് 13 അമൂല്യരത്നങ്ങൾ എന്നേക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. രാവിലെ 8 മണിയോടെ ബോസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റും FBI-യും ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ മ്യൂസിയത്തിലേക്ക് ഇരച്ചെത്തി. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കലാകൊള്ള ഇതിനു മുൻപ് നടന്നിട്ടില്ല. അതുകൊണ്ടുതന്നെ കേസ് വളരെ പെട്ടെന്ന് തന്നെ FBI-യുടെ പ്രത്യേക സംഘം ഏറ്റെടുത്തു. മ്യൂസിയം ഒരു ക്രൈം സീനായി പ്രഖ്യാപിച്ചു. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം നിരോധിച്ചു. മാധ്യമങ്ങൾ വാർത്തയറിഞ്ഞ് തടിച്ചുകൂടി. ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾ ആ വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ കേസ്. കാരണം കള്ളന്മാർ കാര്യമായൊരു തുമ്പുപോലും അവശേഷിപ്പിച്ചിരുന്നില്ല. ബലപ്രയോഗത്തിലൂടെയല്ല അവർ അകത്ത് കയറിയത്. ഗാർഡുകൾ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടുതന്നെ വാതിൽ തകർക്കുകയോ പൂട്ടുപൊളിക്കുകയോ ചെയ്തതിന്റെ അടയാളങ്ങളില്ല. വിരലടയാളങ്ങൾ കണ്ടെത്താനായില്ല. അവർ കയ്യുറകൾ ധരിച്ചിരുന്നുവെന്ന് വ്യക്തം. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകുമായിരുന്ന CCTV ടേപ്പുകൾ അവർ കൊണ്ടുപോയിരുന്നു. ആകെയുണ്ടായിരുന്നത് ഗാർഡുകളെ കെട്ടിയിടാൻ ഉപയോഗിച്ച ടേപ്പും ചുവരുകളിൽ ശൂന്യമായി കിടക്കുന്ന ഫ്രെയിമുകളും മാത്രം. FBI-യുടെ ആദ്യത്തെ സംശയം സ്വാഭാവികമായും കാവൽക്കാരായ റിക് അബാത്തും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും നേരെയായിരുന്നു. നിയമം ലംഘിച്ച് പോലീസിന്റെ വേഷം ധരിച്ചെത്തിയവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് റിക് അബാത്തായിരുന്നു. ഇതൊരു സാധാരണ മോഷണമായിരുന്നെങ്കിൽ കള്ളന്മാർ ആദ്യം കണ്ണിൽ കണ്ട വിലപിടിപ്പുള്ള വസ്തുക്കളെടുത്ത് ഓടിപ്പോകുമായിരുന്നു.
എന്നാൽ ഇവിടെ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. റെംബ്രാൻഡിന്റെയും വെർമിയറിന്റെയും ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഡച്ച് റൂമിലേക്കാണ് അവർ നേരെ പോയത്. ഇത് മ്യൂസിയത്തിന്റെ ഘടനയെയും അവിടുത്തെ ശേഖരങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളുടെ സഹായത്തോടെ നടത്തിയ കൊള്ളയാണെന്ന സംശയം ബലപ്പെടുത്തി. അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി പുറത്തുവന്നു. മോഷണം നടക്കുന്നതിന് കുറച്ചുകാലം മുൻപ് മ്യൂസിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും തകരാറിലായിരുന്നു. മോഷൻ ഡിറ്റക്ടറുകൾ ഇടയ്ക്കിടെ തെറ്റായ അലാറങ്ങൾ നൽകുമായിരുന്നു. ഇത് ഗാർഡുകൾക്ക് ഒരു തലവേദനയായിരുന്നു. റിക് അബാത്ത് പലപ്പോഴും അനാവശ്യമായി അലാറം മുഴങ്ങുന്നത് ഒഴിവാക്കാൻ ചില സെൻസറുകൾ ഓഫ് ചെയ്യാറുണ്ട് എന്ന് മൊഴി നൽകി. കൂടാതെ മോഷണം നടന്ന രാത്രി കള്ളന്മാർ വരുന്നതിന് തൊട്ടുമുൻപ് റിക് അബ്ബാത്തും പുറത്തുനിന്നുള്ള ചില സുഹൃത്തുക്കളും മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ഡെസ്കിൽ ഒത്തുകൂടിയിരുന്നു എന്നതിന് തെളിവുകൾ കിട്ടി. ഇതെല്ലാം അദ്ദേഹത്തിന് നേരെയുള്ള സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഒരുപക്ഷേ ഈ കൊള്ള ആസൂത്രണം ചെയ്തവർക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയത് റിക് അബ്ബാത്താണോ? അതോ അയാൾ അറിയാതെ അയാളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും വിവരങ്ങൾ മനസ്സിലാക്കിയതാണോ? FBI അയാളെ പലതവണ ചോദ്യം ചെയ്തു, പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന മൊഴിയിൽ അയാൾ ഉറച്ചുനിന്നു. അയാൾക്ക് കൊള്ളയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോന്ന ഒരു തെളിവും FBIക്ക് കണ്ടെത്താനായില്ല. അന്വേഷണം മുന്നോട്ടു പോകുന്തോറും ഈ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യമെന്തായിരുന്നു എന്ന ചോദ്യം കൂടുതൽ സങ്കീർണമായി. മോഷ്ടിക്കപ്പെട്ട 13 കലാസൃഷ്ടികളുടെ തെരഞ്ഞെടുപ്പായിരുന്നു അതിന് കാരണം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചിത്രങ്ങളിലൊന്നായ വെർമിയറിന്റെ ദ കോൺസേർട്ട് അവരെടുത്തു. എന്നാൽ അതിനടുത്തുതന്നെ തൂങ്ങിയിരുന്ന അതിനേക്കാൾ വിലമതിക്കുന്ന ടീഷ്യനിന്റെ ദ റേപ്പ് ഓഫ് യൂറോപ്പ എന്ന ചിത്രം അവർ തൊട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് ടീഷ്യനിന്റെ ചിത്രത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? അതോ അവർക്ക് വേണ്ടത് വെർമിയർ മാത്രമായിരുന്നോ? നെപ്പോളിയന്റെ പതാകയുടെ മുകളിലുണ്ടായിരുന്ന അധികം വിലയില്ലാത്ത ആ പരുന്തിന്റെ അലങ്കാരം, ഈഗിൾ ഫീനിയൽ, എന്തിനാണ് അവർ മോഷ്ടിച്ചത്? അതുപോലെ 3000 വർഷം പഴക്കമുള്ള ചൈനീസ് വെങ്കലപാത്രവും അവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ചിത്രങ്ങൾക്കിടയിൽ ഈ പുരാവസ്തുക്കൾക്ക് എന്തു പ്രസക്തി? റെംബ്രാൻഡിന്റെ ചെറിയ സെൽഫ് പോർട്രേറ്റ് അവർ എടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു. ഒരുപക്ഷേ അത് ഭിത്തിയിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പ്രയാസമായതുകൊണ്ടാവാം. അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഇതൊരു സാധാരണ മോഷണമല്ല, പണത്തിനുവേണ്ടി മാത്രം നടത്തിയ ഒരു കൊള്ളയുമല്ല. കാരണം മോഷ്ടിക്കപ്പെട്ട ചിത്രങ്ങൾ അത്രയേറെ പ്രശസ്തമായതുകൊണ്ട് അവയൊരിക്കലും പരസ്യമായി വിൽക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏതെങ്കിലും ആർട്ട് ഗാലറിയോ ലേലസ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സാധാരണ ആർട്ട് കളക്ടറോ ആ ചിത്രങ്ങൾ കണ്ടാൽ ഉടൻ തിരിച്ചറിയും. അവ വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് കരിഞ്ചന്തയിൽ പോലും അവ വിൽക്കുക എന്നത് അസാധ്യത്തിനടുത്താണ്. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ കൊള്ള? FBI പല സാധ്യതകളും പരിശോധിച്ചു. ആർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ തന്റെ സ്വകാര്യ ശേഖരത്തിൽ വെച്ച് ആസ്വദിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശതകോടീശ്വരൻ പണം കൊടുത്തു ചെയ്തിച്ചതാവാം ഈ കൊള്ള. ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്നതുപോലെയുള്ള ഒരു വില്ലൻ കഥാപാത്രം. കുറ്റകൃത്യസംഘം ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ മോചിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനോ വേണ്ടി ഒരു വിലപേശൽ വസ്തുവായി ഈ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരിക്കാം. ബോസ്റ്റൺ നഗരം അക്കാലത്ത് ഇറ്റാലിയൻ മാഫിയയുടെ ശക്തമായ സ്വാധീനമുള്ള ഒരിടമായിരുന്നു. ഒരുപക്ഷേ ഏതെങ്കിലും മാഫിയാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപകയുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റ് നിയമവിരുദ്ധ ഇടപാടുകൾക്ക് പകരമായോ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കാം. അന്വേഷണം ബോസ്റ്റണിലെ അധോലോക സംഘങ്ങളിലേക്ക് തിരിഞ്ഞു. അക്കാലത്ത് ബോസ്റ്റൺ ഭരിച്ചിരുന്ന പാട്രിയാർക്ക ക്രൈം ഫാമിലി എന്ന മാഫിയ സംഘത്തിലെ അംഗങ്ങളെ FBI നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ സംഘത്തിൽ പലർക്കും കലാസൃഷ്ടികൾ മോഷ്ടിച്ചു വിൽക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു. എന്നാൽ അവരെ ചോദ്യം ചെയ്തപ്പോഴും വ്യക്തമായ ഒരു തുമ്പും ലഭിച്ചില്ല. അവർക്കൊന്നും ഈ കൊള്ളയെക്കുറിച്ചറിയില്ല എന്ന മട്ടായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. FBI ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ഏജന്റുമാർക്ക് വിവരങ്ങൾ കൈമാറി. ഇന്റർപോളിന്റെ സഹായം തേടി. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആർട്ട് ഡീലർമാർക്കും മ്യൂസിയങ്ങൾക്കും കളക്ടർമാർക്കും മോഷ്ടിക്കപ്പെട്ട ചിത്രങ്ങളുടെ വിവരങ്ങൾ നൽകി. എവിടെയെങ്കിലും ആ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചു. മ്യൂസിയം അധികൃതർ ചിത്രങ്ങൾ തിരികെ നൽകുന്നവർക്ക് ആദ്യം $10 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചു. പിന്നീടത് $5 മില്യൺ ഒടുവിൽ $10 മില്യൺ ഉയർത്തി. കൂടാതെ ചിത്രങ്ങൾ എവിടെയാണെന്ന് വിവരം നൽകുന്നവർക്കെതിരെ നിയമ നടപടികളുണ്ടാവില്ല എന്നും അവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചിത്രങ്ങളെക്കുറിച്ചൊരു വിവരവും ലഭിച്ചില്ല. ആരും ഇനാം വാങ്ങാൻ മുന്നോട്ടു വന്നില്ല.
ആരും ഒരു രഹസ്യവിവരവും കൈമാറിയില്ല. ആ 13 കലാസൃഷ്ടികൾ അവ മോഷ്ടിച്ച കള്ളന്മാർ പോലെ ഭൂമി പിളർന്നതുപോലെ അപ്രത്യക്ഷമായി. അന്വേഷണം പതിയെ വഴിമുട്ടിത്തുടങ്ങി. FBI-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ഈ കേസ് മാറുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. 1990-കൾ അവസാനിക്കാറായി. ഗാർഡ്നർ മ്യൂസിയം കൊള്ളയുടെ കേസ് ഫയലുകളിൽ പതിയെ പൊടിപിടിച്ചു തുടങ്ങി. ലോകമൊരുപക്ഷേ ആ വലിയ കലാകൊള്ളയെ മറന്നു തുടങ്ങിയിരിക്കാം. എന്നാൽ ബോസ്റ്റണിലെ ഫെൻവേ കോർട്ടിൽ ആ ശൂന്യമായ ഫ്രെയിമുകൾ ഒരു നിത്യസ്മാരകം പോലെ ഒരു നാൾ തങ്ങളുടെ സ്ഥാനത്തേക്ക് തിരികെയെത്തേണ്ട അമൂല്യ ചിത്രങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. FBI-യും മ്യൂസിയം അധികൃതരും തങ്ങളുടെ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ 1990-കളുടെ അവസാനത്തിൽ അന്വേഷണത്തിൽ ഒരു പുതിയ ദിശാബോധം കൈവന്നു. ലോകമെമ്പാടുമുള്ള കലാകരികന്തകളിലും യൂറോപ്പിലെയും ഏഷ്യയിലെയും രഹസ്യ കളക്ടർമാരുടെ ഇടയിലും തിരയുന്നത് തൽക്കാലം നിർത്തി FBI തങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ബോസ്റ്റണിലെയും അതിന്റെ സമീപ സംസ്ഥാനങ്ങളായ കണക്റ്റിക്കട്ട്, ഫിലാഡൽഫിയ എന്നിവിടങ്ങളിലെ അധോലോക സംഘങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. മോഷ്ടിക്കപ്പെട്ട ആ ചിത്രങ്ങൾ ഒരുപാട് ദൂരെയൊന്നും പോയിട്ടില്ല. അവ ഇപ്പോഴും അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ഏതെങ്കിലും മാഫിയ സംഘത്തിന്റെ കൈവശം ഒരു വിലപേശൽ വസ്തുവായി ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാവാം അവർ. ഈ ഘട്ടത്തിലാണ് ചില പേരുകൾ ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരാൻ തുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കാർമലോ മെർലിനോ. ബോസ്റ്റണിലെ ഡോർച്ചെസ്റ്റർ എന്ന സ്ഥലത്ത് ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പ് നടത്തിയിരുന്ന മെർലിനോ പുറം ലോകത്തിനൊരു സാധാരണ മെക്കാനിക്കായിരുന്നെങ്കിലും അധോലോകത്തിൽ പാട്രിയാർക്ക ക്രൈം ഫാമിലി എന്ന കുപ്രസിദ്ധമായ ഇറ്റാലിയൻ മാഫിയ സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുറ്റവാളിയായിരുന്നു. അയാളുടെ ഗാരേജ് പലപ്പോഴും ചെറിയ മോഷണങ്ങളും കൊള്ളകളും ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു. FBI-ക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. മെർലിനോയുടെ അടുത്ത അനുയായിയും അറിയപ്പെടുന്ന കുറ്റവാളിയുമായ ഒരാൾ FBI-യുടെ ഇൻഫോർമറായി മാറി. അയാൾ നൽകിയ വിവരം അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചു. ഗാർഡ്നർ മ്യൂസിയം കൊള്ള നടന്നതിന് തൊട്ടുപിന്നാലെ മെർലിനോയുടെ സംഘമംഗങ്ങളിലൊരാളായ ഡേവിഡ് ടേണർ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ച നെപ്പോളിയന്റെ പതാകയുടെ മുകളിലുണ്ടായിരുന്ന ആ പരുന്തിന്റെ അലങ്കാരമായി മെർലിനോയുടെ ഗാരേജിൽ വന്നിരുന്നു. അയാളത് മറ്റുള്ളവരെ കാണിച്ചു. ഇതാ ഞങ്ങൾക്കത് കിട്ടിയെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അധികം വിലയില്ലാത്ത ആ വസ്തു എന്തിനാണവർ മോഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഇതോടൊരു ഉത്തരം ലഭിക്കുകയായിരുന്നു. അതൊരു തെളിവായിരുന്നു. തങ്ങളാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാകൊള്ള നടത്തിയതെന്ന് അധോലോകത്തിൽ തങ്ങളുടെ പേര് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രോഫിയായിരുന്നു അത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ FBI ഒരു വലിയ കെണിയൊരുക്കി. അവർ തങ്ങളുടെ ഇൻഫോർമറെ ഉപയോഗിച്ച് മെർലിനോയെയും സംഘത്തെയും സമീപിച്ചു. ഗാർഡ്നർ ചിത്രങ്ങൾ തിരികെ കിട്ടാൻ താൽപ്പര്യമുള്ള ഒരു മൂന്നാം കക്ഷിക്കു വേണ്ടിയാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്നും ചിത്രങ്ങൾ തിരികെ നൽകിയാൽ വലിയൊരു പ്രതിഫലം നൽകാമെന്നും അവർ മെർലിനോയെ വിശ്വസിപ്പിച്ചു. മെർലിനോയ്ക്ക് ചിത്രങ്ങൾ എവിടെയാണെന്നറിയാമെങ്കിൽ അയാൾ പണത്തിനു വേണ്ടി ആ കെണിയിൽ വീഴുമെന്നായിരുന്നു FBI-യുടെ കണക്കുകൂട്ടൻ. മാസങ്ങളോളം ആ നാടകം തുടർന്നു. മെർലിനോ ചിത്രങ്ങൾ തിരികെ നൽകാമെന്ന് പലതവണ വാക്ക് നൽകി. എന്നാൽ ഓരോ തവണയും അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞുമാറി. ചിത്രങ്ങൾ ഇപ്പോഴെന്റെ കൈവശമില്ല, അത് മറ്റൊരാളുടെ അടുത്താണ്, അത് കൈമാറാൻ കുറച്ചുകൂടി സമയം വേണം എന്നൊക്കെ പറഞ്ഞ് അയാൾ സമയം നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ FBI-ക്ക് ഈ കാര്യം മനസ്സിലായി. മെർലിനോയ്ക്ക് ചിത്രങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും അവ അയാളുടെ നിയന്ത്രണത്തിലല്ല. അതിനിടെ മറ്റൊരു കവർച്ചക്കേസിൽ മെർലിനോയും സംഘവും അറസ്റ്റിലായി. ഗാർഡ്നർ ചിത്രങ്ങളെക്കുറിച്ച് വിവരം നൽകിയാൽ ശിക്ഷയിൽ വലിയ ഇളവ് നൽകാമെന്ന് FBI വാഗ്ദാനം ചെയ്തു. എന്നാൽ മെർലിനോ ഒന്നും തുറന്നു പറഞ്ഞില്ല. തനിക്കൊന്നും അറിയില്ലെന്ന നിലപാടിൽ അയാൾ ഉറച്ചുനിന്നു. വർഷങ്ങൾക്കുശേഷം ജയിലിൽ കിടന്ന് അയാൾ അസുഖബാധിതനായി മരണമടഞ്ഞു. അതോടെ അന്വേഷണത്തിലെ ഒരു പ്രധാന കണ്ണി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇതോടൊപ്പം തന്നെയായിരുന്നു ബോബി ഡൊണാട്ടി എന്ന മറ്റൊരു കുപ്രസിദ്ധനായ ഗുണ്ടയെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തം ഉയർന്നുവന്നത്. പാട്രിയാർക്ക കുടുംബത്തിലെ വിശ്വസ്തനായിരുന്ന ഡൊണാട്ടി 1991-ൽ, അതായത് ഗാർഡ്നർ കൊള്ള നടന്ന ഒരു വർഷത്തിനുശേഷം കൊല്ലപ്പെട്ടു. മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിരുന്നു ആ കൊലപാതകം. എന്നാൽ വർഷങ്ങൾക്കുശേഷം ഡൊണാട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയത് ഗാർഡ്നർ മ്യൂസിയം കൊള്ളയ്ക്ക് കുറച്ചു ദിവസം മുൻപ് ഡൊണാട്ടി എവിടെ നിന്നോ ഒരു പോലീസുകാരന്റെ യൂണിഫോം സംഘടിപ്പിച്ചിരുന്നു. ഒരുപക്ഷേ മ്യൂസിയത്തിൽ അതിക്രമിച്ചു കയറിയ ആ 2 പോലീസുകാരിൽ
ഒരാൾ ഡൊണാട്ടിയായിരുന്നോ? കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലുള്ള തർക്കമാണോ അയാളുടെ കൊലപാതകത്തിൽ കലാശിച്ചത്? അയാൾ മരിക്കുന്നതിനു മുൻപ് ആ ചിത്രങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചുവെച്ചതെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കി ആ വഴിക്കുള്ള അന്വേഷണവും നിലച്ചു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. കേസ് വീണ്ടും തണുത്തുറഞ്ഞ അവസ്ഥയിലായി. അങ്ങനെയിരിക്കെ 2010-ൽ, അതായത് കൊള്ള നടന്ന് 20 വർഷത്തിനു ശേഷം, അന്വേഷണത്തിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടായി. ഇത്തവണ സംശയത്തിന്റെ മുന നീണ്ടത് കണക്റ്റിക്കറ്റിൽ ജീവിച്ചിരുന്ന റോബർട്ട് ജെൻഡൈൽ എന്ന പ്രായം ചെന്ന ഒരു മാഫിയ അംഗത്തിനു നേരെയായിരുന്നു. പാട്രിയാർക്ക ഫാമിലിയിലെ ഒരു പഴയ തലമുറയിലെ അംഗമായിരുന്നു ജെൻഡൈൽ. അയാളുടെ സംഘമംഗമായിരുന്ന റോബർട്ട് ഗെരൻഡയുടെ വിധവ തന്റെ ഭർത്താവ് മരിക്കുന്നതിനു മുൻപ് ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരുന്നുവെന്ന് FBI-യോട് പറഞ്ഞു. ഗാർഡ്നർ മ്യൂസിയത്തിലെ ചിത്രങ്ങളിൽ 2 എണ്ണമെങ്കിലും താൻ റോബർട്ട് ജെൻഡൈലിനെ കൈമാറിയിട്ടുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ വിൽപ്പനയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ സൂക്ഷിക്കാനായിരിക്കാം. ഈ വിവരം FBI-ക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. ഒടുവിൽ 20 വർഷങ്ങൾക്കിപ്പുറം ആ ചിത്രങ്ങളിലേക്കുള്ള ഒരു മൂർത്തമായ വഴി തുറന്നുകിട്ടിയിരിക്കുന്നു. പ്രായം ചെന്ന് രോഗിയായി വീൽചെയറിൽ കഴിയുന്ന റോബർട്ട് ജെൻഡൈൽ എന്ന ആ മനുഷ്യന്റെ കൈവശം ലോകം തിരയുന്ന ആ നിധിയുണ്ടോ? അതോ അയാളുടെ ഓർമ്മയുടെ കോണിലെവിടെയെങ്കിലും ആ ചിത്രങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? FBI ജെൻഡൈലിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാളുടെ ഓരോ നീക്കവും അവർ ശ്രദ്ധിച്ചു. ഒടുവിൽ 2012-ൽ മറ്റൊരു കേസിന്റെ ഭാഗമായി റോബർട്ട് ജെൻഡൈലിന്റെ കണക്റ്റിക്കറ്റിലെ വീട് റെയ്ഡ് ചെയ്യാൻ അവർക്ക് അനുമതി ലഭിച്ചു. ഒരുപക്ഷെ ആ വീട്ടിന്റെ നിലവരയിൽ അല്ലെങ്കിൽ രഹസ്യ അറയിൽ റെംബ്രാൻഡിന്റെയും വെർമിയറിന്റെയും മാസ്റ്റർപീസുകൾ അവരെ കാത്തിരിക്കുണ്ടാകാം. ലോകം വീണ്ടും ആ വാർത്തയ്ക്കായി കാതോർത്തു. 2012-ൽ റോബർട്ട് ജെൻഡൈൽ എന്ന വൃദ്ധനായ മാഫിയ അംഗത്തിന്റെ കണക്റ്റിക്കറ്റിലെ വീട്ടിലേക്ക് FBI സംഘം പ്രവേശിക്കുമ്പോൾ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒരു അന്ത്യമാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു. ഒരുപക്ഷേ ആ വീടിന്റെ രഹസ്യ അറകളിലൊന്നിൽ പൊടിപിടിച്ച് ലോകം മറന്ന ഒരു കോണിൽ വെർമീറിന്റെയും റെംബ്രാൻഡിന്റെയും ചിത്രങ്ങൾ ഒളിപ്പിച്ചുവച്ചിട്ടുണ്ടാവാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വീട് അരിച്ചുപെറുക്കി. തറയിലെ പലകകൾ പൊളിച്ചുനോക്കി. ഭിത്തികൾക്കുള്ളിൽ രഹസ്യ അറകളുണ്ടോ എന്ന് പരിശോധിച്ചു. വീടിനു പുറകിലുള്ള പറമ്പിൽ കുഴിച്ചുനോക്കി. റെയ്ഡിനൊടുവിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരുപോലെ പ്രതീക്ഷയും നിരാശയും നൽകുന്നതായിരുന്നു. ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിത്രങ്ങളിലേക്കുള്ള ഒരു വഴി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജെൻഡൈലിന്റെ വീടിന്റെ ബേസ്മെന്റിൽ ഒരു രഹസ്യ അറയിൽ നിന്ന് പോലീസ് തോക്കുകളും വെടിയുണ്ടകളും പണവും നിരോധിത മയക്കുമരുന്നുകളും കണ്ടെടുത്തു. അതോടൊപ്പം അന്വേഷണ സംഘത്തിന്റെ കണ്ണിലുടക്കിയത് മറ്റൊരു കാര്യമായിരുന്നു. ഒരു പഴയ പത്രക്കട്ടിങ്ങിനിടയിൽ നിന്ന് അവർക്ക് ഒരു ലിസ്റ്റ് കിട്ടി. ഗാർഡ്നർ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചപ്പെട്ട 13 കലാസൃഷ്ടികളുടെ പേരും അവയോരോന്നിനും കരിഞ്ചന്തയിൽ ലഭിക്കാവുന്ന ഏകദേശം വിലയും കുറിച്ചുവെച്ച ഒരു ലിസ്റ്റ്. ഇതൊരു നിർണായകമായ തെളിവായിരുന്നു. ജെൻഡൈലിന് ഈ കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വിൽക്കാൻ അയാൾ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നുവെന്നോ ഇത് സൂചിപ്പിച്ചു. FBI ജെൻഡൈലിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ തോക്ക് കൈവശം വെച്ചതിനും മയക്കുമരുന്നിടപാടിനുമുള്ള കുറ്റങ്ങളായിരുന്നു അയാൾക്കെതിരെ ചുമത്തിയത്. ചിത്രങ്ങളുടെ കാര്യം അവർ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ചില്ല. പകരം അതൊരു വിലപേശൽ തന്ത്രമായി ഉപയോഗിച്ചു. വീൽചെയറിൽ രോഗിയായി കഴിയുന്ന ജെൻഡൈലിനെ FBI പലതവണ ചോദ്യം ചെയ്തു. ചിത്രങ്ങൾ എവിടെയാണെന്ന് പറയൂ, നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാം. $10 മില്യൺ ഇനാം മുഴുവനായും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പേര് ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ശിഷ്ടകാലം നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം. FBI ഉദ്യോഗസ്ഥർ അയാളോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ജെൻഡൈൽ വഴങ്ങിയില്ല. എനിക്കൊന്നും അറിയില്ല. ആ ലിസ്റ്റ് എന്റേതല്ല. റോബർട്ട് ഗെരൻഡയുടെ വിധവ കള്ളം പറയുകയാണ്. അവരെന്നെ ചതിക്കുകയാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. അയാൾ FBI-ക്ക് മുന്നിൽ ഒരു കടങ്കഥയായി മാറി. ചിലപ്പോൾ അയാൾ നിസ്സഹായനായൊരു ഇരയെപ്പോലെ പെരുമാറും. മറ്റു ചിലപ്പോൾ തനിക്കെല്ലാം അറിയാമെന്ന മട്ടിൽ പുച്ഛത്തോടെ ചിരിക്കും. അന്വേഷണം വഴിമുട്ടിയപ്പോൾ FBI അവസാനത്തെ അടവ് പ്രയോഗിച്ചു. അവർ ജെൻഡൈലിനെ ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന് അഥവാ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. അയാൾ അത് സമ്മതിച്ചു. ടെസ്റ്റിനിടയിൽ അയാളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ഗാർഡ്നർ കൊള്ളയെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് അറിവുണ്ടോ, ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ ഇല്ല എന്ന് മറുപടി നൽകി. പോളിഗ്രാഫ് മെഷീൻ ആ ഉത്തരങ്ങളെല്ലാം ശരിയാണെന്ന് രേഖപ്പെടുത്തി. എന്നാൽ നിർണായകമായ 3 ചോദ്യങ്ങൾ വന്നപ്പോൾ ആ യന്ത്രത്തിലെ സൂചികൾ ഭ്രാന്തമായി ചലിച്ചു. ഗാർഡ്നർ മ്യൂസിയത്തിലെ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ കൈവശം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ?
മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ? ആ ചിത്രങ്ങളിലേതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ 3 ചോദ്യങ്ങൾക്കും ജെൻഡെയിൽ ഇല്ല എന്ന് മറുപടി നൽകിയപ്പോൾ പോളിഗ്രാഫ് മെഷീൻ സൂചിപ്പിച്ചത് അയാൾ നുണ പറയുകയാണ് എന്നായിരുന്നു. FBI-ക്ക് ഉറപ്പായി ഈ മനുഷ്യന് എല്ലാം അറിയാം. പക്ഷേ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ ഫലം കോടതിയിലൊരു തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജെൻഡെയിലിനെതിരെ സമ്മർദ്ദം ചെലുത്താനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ജെൻഡെയിൽ തന്റെ നിസ്സംഗത തുടർന്നു. അയാൾ ജയിലിലായി, പുറത്തിറങ്ങി, വീണ്ടും മറ്റൊരു കേസിൽ ജയിലിലായി. എങ്കിലും ആ രഹസ്യം അയാൾ തന്റെ നെഞ്ചിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 2013 മാർച്ച് 18 ഗാർഡ്നർ മ്യൂസിയം കൊള്ള നടന്നിട്ട് അന്ന് 23 വർഷം തികങ്ങുകയായിരുന്നു. അന്ന് അപ്രതീക്ഷിതമായി FBI ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. ലോകം മുഴുവൻ ആ പത്രസമ്മേളനത്തിനായി കാതോർത്തു. 23 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം FBI ആദ്യമായി ഒരു കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചു. ഗാർഡ്നർ മ്യൂസിയം കൊള്ള നടത്തിയവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. FBI-യുടെ ബോസ്റ്റൺ ഡിവിഷനിലെ സ്പെഷ്യൽ ഏജന്റ് റിച്ചാർഡ് ഡസ്ലോരിയസ് ലോകത്തോട് പറഞ്ഞു. അവർ ന്യൂ ഇംഗ്ലണ്ട്, മിഡ് അറ്റ്ലാന്റിക് സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുറ്റവാളി സംഘത്തിലെ അംഗങ്ങളാണ്. നിയമപരമായ കാരണങ്ങളാൽ ഞങ്ങൾക്ക് അവരുടെ പേരുകൾ ഇപ്പോൾ വിളിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞ ആ വ്യക്തികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതൊരു വമ്പിച്ച വെളിപ്പെടുത്തലായിരുന്നു. ആരാണ് കൊള്ള നടത്തിയത് എന്ന ചോദ്യത്തിന് ഒടുവിൽ ഒരു ഔദ്യോഗികമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആ കള്ളന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കർമേലോ മെർലിനോ, ബോബി ഡൊണാറ്റി, റോബർട്ട് ഗെരണ്ടെ തുടങ്ങി വർഷങ്ങളായി സംശയത്തിന്റെ നിഴലിലായിരുന്ന ആളുകളിലേക്കാണ് ആ വിരൽ ചൂണ്ടിയത്. FBI തങ്ങളുടെ സിദ്ധാന്തം തുടർന്ന് വിശദീകരിച്ചു. കൊള്ളയ്ക്ക് ശേഷം ആ ചിത്രങ്ങൾ കണക്റ്റിക്കറ്റിലേക്കും ഫിലാഡൽഫിയയിലേക്കും കൊണ്ടുപോയതായി ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അവ വിൽക്കാൻ ചില ശ്രമങ്ങൾ നടന്നു. എന്നാൽ 2000ങ്ങളുടെ തുടക്കത്തോടെ ആ ചിത്രങ്ങളുടെ വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം അവ എവിടെ പോയെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല. ഈ പ്രഖ്യാപനത്തോടെ കേസിന്റെ സ്വഭാവം പൂർണ്ണമായും മാറി. ആരാണിത് ചെയ്തത് എന്ന ചോദ്യത്തിൽ നിന്ന് ചിത്രങ്ങളെവിടെ എന്ന ഒറ്റ ചോദ്യത്തിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. FBI ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, ഒരുപക്ഷെ ആ ചിത്രങ്ങൾ നിങ്ങളുടെ വീടിന്റെ തട്ടിൻപുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ കൈവശമോ നിങ്ങൾ അറിയാതെ പോലും ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ടാവാം. ദയവായി മുന്നോട്ട് വരൂ. നിങ്ങളുടെ വ്യക്തിത്വം ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. $10 മില്യൺ പാരിതോഷികം ഇപ്പോഴും നിലനിൽക്കുന്നു. അന്വേഷണത്തിലെ ഒരു ഘട്ടം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനിയും ബാക്കിയുണ്ട്. കള്ളന്മാർ മരിച്ചുപോയിരിക്കാം, പക്ഷേ അവർ മോഷ്ടിച്ച നിധികളെവിടെ? അവ ഇപ്പോഴും ഈ ലോകത്തെവിടെയെങ്കിലും നശിപ്പിക്കപ്പെടാതെ അവശേഷിക്കുന്നുണ്ടോ? അതോ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയോ? ലോകത്തിലെ ഏറ്റവും വലിയ കലാരഹസ്യം അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് കടന്നിരുന്നു. FBI-യുടെ 2013-ലെ ആ നിർണായകമായ പത്രസമ്മേളനത്തോടെ ഗാർഡ്നർ കൊള്ളയെക്കുറിച്ചുള്ള പൊതുധാരണയിൽ വലിയൊരു മാറ്റം വന്നു. കള്ളന്മാർ മരിച്ചുപോയെന്ന് സ്ഥിരീകരിച്ചതോടെ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അടഞ്ഞു. ഇനി ആകെയുള്ള ലക്ഷ്യം ഒന്നുമാത്രം: ആ 13 അമൂല്യ കലാസൃഷ്ടികൾ എവിടെയെങ്കിലും കണ്ടെത്തുക. അന്വേഷണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. കുറ്റവാളികളെ വേട്ടയാടുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ നിധിയെ തേടിയുള്ള ഒരു ആഗോള തിരച്ചിലായി അത് മാറി. ഇന്നു നിങ്ങൾ ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡ്നർ മ്യൂസിയത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആ ശൂന്യമായ ഫ്രെയിമുകൾ തന്നെയാണ്. ഡച്ച് റൂമിലെ ചുമരുകളിൽ റെംബ്രാൻഡിന്റെ ഗലീലി കടലിലെ കൊടുങ്കാട്ട് തൂങ്ങിയിരുന്നിടത്ത് ആ ചിത്രം ക്രൂരമായി വെട്ടിമാറ്റപ്പെട്ടതിന്റെ അടയാളങ്ങൾ പേറുന്ന ഒരു ഒഴിഞ്ഞ ചട്ടക്കൂട് കാണാം. അതിനരികിൽ വെർമീറിന്റെ ദ കോൺസേർട്ട് ഉണ്ടായിരുന്ന ശൂന്യത. ഓരോ ഫ്രെയിമിനു മുന്നിലും നിൽക്കുമ്പോഴും അതൊരു നഷ്ടത്തിന്റെ മാത്രം ഓർമ്മപ്പെടുത്തലല്ല, അതൊരു വാഗ്ദാനമാണ്. ഒരുനാൾ ആ ചിത്രങ്ങൾ തിരികെ എത്തുമെന്ന പ്രതീക്ഷയുടെ പ്രതീകം. ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡ്നറുടെ അന്ത്യാഭിലാഷം മാനിച്ച് ആ ഫ്രെയിമുകൾ അവിടെത്തന്നെ നിലനിർത്താൻ മ്യൂസിയം അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചിത്രങ്ങൾക്ക് എന്തു സംഭവിച്ചു? കള്ളന്മാർ മരിച്ചുപോയെങ്കിൽ അവർ ആ രഹസ്യം തങ്ങളോടൊപ്പം കൊണ്ടുപോയോ? കഴിഞ്ഞ 30 പതിറ്റാണ്ടുകളായി FBI-യും സ്വകാര്യ ഡിറ്റക്റ്റീവുകളും കലാചരിത്രകാരന്മാരും പത്രപ്രവർത്തകരും പല സിദ്ധാന്തങ്ങളും മുന്നോട്ടുവച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്. സിദ്ധാന്തം 1: ചിത്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഏറ്റവും നിരാശജനകമായ സാധ്യത. മോഷ്ടിച്ച ചിത്രങ്ങൾ ലോകപ്രസിദ്ധമായതുകൊണ്ട് അവ വിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ പിടിക്കപ്പെടുമെന്ന ഭയത്താൽ അവ നശിപ്പിച്ചു കളഞ്ഞിരിക്കാം. ഒരുപക്ഷേ ഏതെങ്കിലും പുഴയിലോ മാലിന്യ കൂമ്പാരത്തിലോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്തിരിക്കാം.
കള്ളന്മാരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാനായി മറ്റുള്ളവർ ഈ കടുംകൈ ചെയ്തിരിക്കാം. ഇത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെങ്കിലും $500 മില്യൺ വിലമതിക്കുന്ന ഒരു നിധി ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിദ്ധാന്തം 2. ചിത്രങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു, പക്ഷേ എവിടെയെന്ന് ആർക്കും അറിയില്ല. കള്ളന്മാർ തങ്ങളുടെ ജീവിതകാലത്ത് ആ ചിത്രങ്ങൾ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വച്ചിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും പഴയ വീടിന്റെ തട്ടിൻപുറത്തോ രഹസ്യ നിലവറയിലോ അല്ലെങ്കിൽ ഒരു വാടകയ്ക്കെടുത്ത സ്റ്റോറേജ് യൂണിറ്റിലോ ആകാം. അവർ മരിച്ചുപോയതോടെ ആ രഹസ്യം അവർക്കൊപ്പം മങ്ങടിഞ്ഞു. ചിത്രങ്ങൾ ഇപ്പോഴും എവിടെയോ സുരക്ഷിതമായിരിപ്പുണ്ടാവാം, പക്ഷേ അത് കണ്ടെത്താൻ ആരുമില്ല. ഒരുപക്ഷേ ഭാവിയിൽ ഏതെങ്കിലും ഭാഗ്യവാൻ ഒരു പഴയ വീട് പുതുക്കിപ്പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പഴയ പെട്ടി തുറക്കുമ്പോഴോ ആകാം ലോകം കാത്തിരിക്കുന്ന ആ നിധി കണ്ടെത്തുന്നത്. സിദ്ധാന്തം 3. IRA ബന്ധം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എന്നാൽ FBI പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു സിദ്ധാന്തമാണിത്. ഗാർഡ്നർ കൊള്ളയ്ക്ക് പിന്നിൽ IRA എന്ന ഭീകരസംഘടനയ്ക്ക് പങ്കുണ്ടായെന്നുവെന്നായിരുന്നു ഈ വാദം. ബ്രിട്ടീഷ് ജയിലുകളിൽ കഴിയുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു വിലപേശൽ വസ്തുവായി ഈ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ അവർ പദ്ധതിയിട്ടു എന്നായിരുന്നു സിദ്ധാന്തം. ബോസ്റ്റൺ നഗരത്തിൽ ഐറിഷ് വംശജർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നതും ചില അധോലോക സംഘങ്ങൾക്ക് IRAയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നതും ഈ വാദത്തിന് ശക്തി പകർന്നു. ഒരുപക്ഷേ ഈ ചിത്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അയർലാൻഡിലെ ഏതെങ്കിലും രഹസ്യ സങ്കേതത്തിലെത്തിയിരിക്കാം. എന്നാൽ ഈ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കാൻ പോന്ന ഒരു തെളിവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സിദ്ധാന്തം 4. ഒരു രഹസ്യ സ്വകാര്യ കളക്ടറുടെ കൈവശം. സിനിമകളിലൊക്കെ നാം കാണുന്നതുപോലെ പണത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത കലയോട് അടങ്ങാത്ത അഭിമാനമുള്ള ഏതെങ്കിലും ഒരു ശതകോടീശ്വരൻ ഈ ചിത്രങ്ങൾ തനിക്ക് മാത്രം കാണാനും ആസ്വദിക്കാനുമായി മോഷ്ടിച്ചാവാം. ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മറച്ച് തന്റെ രഹസ്യ ഗാലറിയിൽ അയാൾ ദിവസവും റെംബ്രാൻഡിന്റെയും വെർമീറിന്റെയും മുന്നിൽ സമയം ചിലവഴിക്കുന്നുണ്ടാവാം. ഈ സിദ്ധാന്തം വളരെ നാടകീയമായി തോന്നാമെങ്കിലും കലാലോകത്ത് ഇത്തരം രഹസ്യ കളക്ടർമാർ ഒരു മിഥ്യയല്ല. അങ്ങനെയാണെങ്കിൽ ആ ചിത്രങ്ങൾ കണ്ടെത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഈ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുമ്പോഴും അന്വേഷണം ഇപ്പോഴും സജീവമായി തുടരുകയാണ്. FBIക്കു പുറമെ ലോകമെമ്പാടുമുള്ള ചില സ്വകാര്യ വ്യക്തികളും ഈ നിധിവേട്ടയിൽ പങ്കാളികളാണ്. അവരിൽ ഏറ്റവും പ്രശസ്തനാണ് ആർത്തർ ബ്രാൻഡ് എന്ന ഡച്ചുകാരൻ. കലാലോകത്തെ ഇന്ത്യാന ജോൺസ് എന്നറിയപ്പെടുന്ന ആർത്തർ ബ്രാൻഡ് നഷ്ടപ്പെട്ടുപോയ കലാസൃഷ്ടികൾ കണ്ടെത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരു ആർട്ട് ഡിറ്റക്റ്റീവാണ്. നാസികൾ മോഷ്ടിച്ച ചിത്രങ്ങളും മറ്റു പല പ്രശസ്തമായ കവർച്ചകളിലെയും കലാസൃഷ്ടികളും കണ്ടെത്തി തിരികെ നൽകിയ ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഗാർഡ്നർ മ്യൂസിയത്തിലെ ചിത്രങ്ങൾ ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും അവ യൂറോപ്പിൽ എവിടെയോ ഉണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. തനിക്ക് ആ ചിത്രങ്ങളിലേക്ക് നയിക്കുന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒരുനാൾ താൻ അവ കണ്ടെത്തുമെന്നും അദ്ദേഹം പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട്. ഗാർഡ്നർ മ്യൂസിയം വാഗ്ദാനം ചെയ്ത $10 മില്യൺ പാരിതോഷികം ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകചരിത്രത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനം നൽകുന്ന ഏറ്റവും വലിയ ഇനാമാണത്. കാലഹരണപ്പെടാത്ത ആ വാഗ്ദാനം ഒരുനാൾ ആരെങ്കിലും ആ നിഗൂഢതയുടെ ചുരുളഴിക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്നു. ഒരുപക്ഷേ അത് പണത്തിനുവേണ്ടിയാകാം, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയാകാം, അതുമല്ലെങ്കിൽ ഒരു കുറ്റബോധം തീർക്കാനാകാം. കാരണം എന്തുതന്നെയായാലും ലോകം കാത്തിരിക്കുന്നു. 30-ലധികം വർഷങ്ങൾക്കിപ്പുറം ഇസബെല്ല സ്റ്റുവേർട്ട് ഗാർഡ്നർ മ്യൂസിയം കൊള്ള അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഇന്നും തുമ്പില്ലാത്ത സ്വത്തുമോഷണ കേസായി ഔദ്യോഗികമായി നിലനിൽക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും ആ ചിത്രങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത മങ്ങുകയാണെന്ന് പലരും വിശ്വസിക്കുമ്പോൾ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ എവിടെയെങ്കിലും മുളപൊട്ടുന്നുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ കേസിലെ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന കണ്ണി എന്ന് FBI വിശ്വസിച്ചിരുന്ന റോബർട്ട് ജെന്റൈൽ 2021-ൽ തന്റെ 85-ാം വയസ്സിൽ മരണമടഞ്ഞു. തനിക്ക് ചിത്രങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്ന് അവസാന ശ്വാസം വരെയും അയാൾ ആണയിട്ട് പറഞ്ഞു. എന്നാൽ അയാളുടെ മരണത്തോടെ ഒരുപക്ഷേ ആ 13 ചിത്രങ്ങളുടെ രഹസ്യത്തിലേക്കുള്ള അവസാനത്തെ താക്കോലും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അയാളുടെ ഓർമ്മയുടെ അറകളിൽ എവിടെയെങ്കിലും ആ ചിത്രങ്ങൾ ഒളിപ്പിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ടായിരുന്നെങ്കിൽ അത് അയാൾക്കൊപ്പം മണ്ണടിഞ്ഞു. ഈ കഥയിലെ ഏറ്റവും വലിയ ദുരന്തനായകന്മാരിൽ ഒരാളായി പലരും കാണുന്നത് അന്നു രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ഗാർഡ് റിക് അബാത്താണ്. നിയമം ലംഘിച്ച് കള്ളന്മാരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു എന്ന ഒറ്റത്തെട്ടിന് അയാളുടെ ജീവിതം മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ ഒതുങ്ങിപ്പോയി. കൊള്ളയിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് പലരും വിശ്വസിച്ചു. മാധ്യമങ്ങൾ അയാളെ വേട്ടയാടി. ആ ഒരൊറ്റ രാത്രി അയാളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. വർഷങ്ങളോളം ആ മാനസിക സംഘർഷം തേറി ജീവിച്ച റിക് അബാത്ത്
2024-ൽ തന്റെ 57-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അയാളുടെ മരണത്തോടെ ആ രാത്രി യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഒരുപക്ഷെ എന്നേക്കുമായി ഇല്ലാതായി. ഇന്ന് ഗാർഡ്നർ മ്യൂസിയം ഒരു സ്മാരകം കൂടിയാണ്. നഷ്ടപ്പെട്ട കലയുടെ, മനുഷ്യന്റെ ആർത്തിയുടെ, ഒരു നഗരത്തിന്റെ തീരാവേദനയുടെ സ്മാരകം. ആ ശൂന്യമായ ചട്ടക്കൂടുകൾ അവിടെ വരുന്ന ഓരോ സന്ദർശകനോടും ഒരു കഥ പറയുന്നുണ്ട്. ലോകോത്തര കലാസൃഷ്ടികൾ പോലും എത്രത്തോളം ദുർബലമാണെന്ന കഥ. ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനം എങ്ങനെയാണ് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതെന്ന് ആ ഒഴിഞ്ഞ ഇടങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിചിത്രമായ ഒരു കാര്യമെന്തെന്നാൽ ഈ മോഷണം ആ ചിത്രങ്ങളെ ഒരു തരത്തിൽ അമരന്മാരാക്കി എന്നതാണ്. അവ മ്യൂസിയത്തിലുണ്ടായിരുന്നപ്പോൾ ലോകത്തിലെ ആയിരക്കണക്കിനു മഹത്തായ കലാസൃഷ്ടികളിൽ ചിലതു മാത്രമായിരുന്നു അവ. എന്നാൽ അവ നഷ്ടപ്പെട്ടതോടെ അവയുടെ പ്രശസ്തിയും മൂല്യവും 10 മടങ്ങ് വർദ്ധിച്ചു. അവ വെറും ചിത്രങ്ങളല്ലാതായി, ഒരിതിഹാസമായി, ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയുടെ പ്രതീകമായി മാറി. ഇന്ന് ദ സ്റ്റോം ഓൺ ദ സീ ഓഫ് ഗാലിലി എന്ന പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത് റെംബ്രാൻഡിന്റെ ബ്രഷ് സ്ട്രോക്കുകളെക്കാൾ ആ ശൂന്യമായ ഫ്രെയിമാണ്. ഇന്നും FBI-യുടെ ഫയലിൽ ഈ കേസ് തുറന്നു തന്നെയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾ ഒരത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കറിയാം, പക്ഷേ നാളെ ഏതെങ്കിലും ഒരു പഴയ വീട്ടിന്റെ തട്ടിൻപുറം വൃത്തിയാക്കുന്ന ഒരാൾ പൊടിപിടിച്ച ഒരു ക്യാൻവാസ് കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ മരണക്കിടക്കയിൽ വെച്ച് ഒരു വൃദ്ധൻ താൻ വർഷങ്ങളായി സൂക്ഷിച്ച ഒരു രഹസ്യം ആരോടെങ്കിലും വെളിപ്പെടുത്തിയേക്കാം. അതുമല്ലെങ്കിൽ ആർത്തർ ബ്രാൻഡ് പോലുള്ള നിധിവേട്ടക്കാരൻ തന്റെ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ യൂറോപ്പിലെ ഏതെങ്കിലും രഹസ്യ നിലവാരയിൽ നിന്ന് ആ ചിത്രങ്ങളുമായി പുറത്തു വന്നേക്കാം. അതുവരെ ബോസ്റ്റണിലെ ആ വെനീഷ്യൻ കൊട്ടാരത്തിന്റെ നിശബ്ദമായ ഇടനാഴികളിൽ ഇസബെല്ലയുടെ ആത്മാവിപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവാം. തന്റെ പ്രിയപ്പെട്ട മക്കളെപ്പോലെ അവർ സ്നേഹിച്ച ആ ചിത്രങ്ങൾ ഒരുനാൾ തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വരുന്നതും കാത്ത്. ആ കാത്തിരിപ്പ് ഒരുപക്ഷേ അനന്തമായിരിക്കാം. അല്ലെങ്കിൽ നാളെ പുലരുമ്പോൾ ലോകം കേൾക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ രഹസ്യം ചുരുളഴിയുന്ന വാർത്തയാവുകയാക്കാം. കാരണം കലയെപ്പോലെ തന്നെ പ്രതീക്ഷയ്ക്കും മരണമില്ല.